ഇത് കണ്ണുകളാണ് എന്നെ കൊടുമ സാറ് ഇപ്പം നല്ലൊരു ഇതാണ്, പക്ഷെ മുത്താണ്, പൊന്നാണ്. പക്ഷെ പറയുന്നത് ഹലോ 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 അപ്പൊ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ വിഷു കഴിഞ്ഞു, ഈദ് കഴിഞ്ഞു, ഒട്ടുമിക്ക എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി നമ്മള് കോളേജ്, സ്കൂള് അങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസിനൊക്കെ ഇടാൻ വേണ്ടിയിട്ടും, മാരേജും അല്ലാതെ കുറെ ഫങ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് കുർത്തി കളക്ഷനുമായിട്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. അത് നമ്മൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ 300 അതിന് താഴോട്ടുള്ള കുറച്ച് ചുരിദാറുകളായിട്ടാണ് വന്നേക്കുന്നത്. എല്ലാം മീഷോ തന്നെ വാങ്ങിച്ചാണ്. അപ്പോൾ മീഷോ മാമൻ പറ്റിച്ച 2-3 എണ്ണമൊക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ റിട്ടേൺ ചെയ്തിട്ട് ബാക്കിയുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ മറക്കരുത്. അത് കണക്കാണ് ഞാൻ ലിങ്ക് കുറെ കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ട്, അതെല്ലാം കൊടുക്കുന്നതാണ്. നിങ്ങളെ സപ്പോർട്ടിനനുസരിച്ച് ഞാനിങ്ങനെ ലിങ്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അപ്പൊ നമുക്ക് ഒട്ടും വായിക്കണ്ട, വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ആദ്യം ഒരു സ്റ്റൈല് ഫ്ലെയർഡ് ആയിട്ടുള്ള കുർത്തിയിലോട്ട് പോവാം. ഇതാണ് ഈ കുർത്തി വന്നിട്ട് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഫ്ലെയർഡ് ആണ്. ഇപ്പോഴല്ല, ഒട്ടുമിക്ക ഈ ഒരു ഇടയിലായിട്ടും ഇതിന് മുമ്പും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ട്രെൻഡിങ്ങിലുള്ള ഒരു കുർത്തി തന്നെയാണ്. അപ്പോൾ ഈ കുർത്തി മിക്കവാറും ഉള്ളവരൊക്കെ കാണാൻ ഇടയുണ്ട്. നമ്മളെ സീരിയൽസിൽ, ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ സീരിയൽസിലും കുറെ പേര് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു കുർത്തി. ഇത് വന്നിട്ട് ഇവിടം വരെ നമ്മളെ ഡിസൈൻ ഉണ്ട്. അതായത് നമ്മളൊരു ഗോൾഡൻ ത്രെഡ് വെച്ചിട്ട് ഒരു ഡിസൈൻ ആണ് എന്ന് പറയുന്നത്. ആലിയ കട്ട് ഡിസൈൻ ആണ്. അത് നൈറ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഒരു ആലിയ കട്ട്. ഇപ്പം ആലിയ കട്ട് ഡിസൈൻസ് ഇപ്പോഴും ട്രെൻഡിങ് ആണ്. അപ്പൊ അതിൽ വരുന്നൊരു ടോപ്പാണ്. ഇവിടെ ഇങ്ങനെ ഒരു വൈഡ് ഇതുള്ള ടോപ്പാണ്. നമ്മൾ ഷോൾഡർ, എല്ലാവരുടെയും സംശയം ഇത് ഇച്ചിരി ഇറങ്ങി കിടക്കുമോ എന്നുള്ളതാണ്. ബ്ലാക്ക് ഇന്നർ വെച്ച് പെയർ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ മറഞ്ഞു കിടക്കും. ഇനിയിപ്പോൾ ആവശ്യമുള്ളവർക്കാണെങ്കിൽ, ആവശ്യമില്ലാത്തവർക്കാണെങ്കിൽ അതിന്റെ ആവശ്യം വരുന്നില്ല. എനിക്കൊരു ഇത്തിരി ഇത് ഇറങ്ങി കിടക്കുകയാണ്, പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, മാനേജബിൾ ആണ്. അപ്പൊ ഇത് വന്നിട്ട് താഴോട്ട് ഫുൾ ചുമപ്പാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ ഞാൻ ഓർഡർ ചെയ്തത് ലാർജ് ആയിപ്പോയി, ലാർജ് അല്ല മീഡിയം ആയിപ്പോയി. പക്ഷെ എനിക്ക് ഇത്രയും വലുത് വേണ്ടായിരുന്നു, ഇച്ചിരി കൂടെ താഴെയുള്ള സൈസ് മതിയായിരുന്നു. ഇത് ബാക്കിയെല്ലാം എനിക്ക് മീഡിയം ആണ്, പക്ഷെ ഇതിൽ മീഡിയം ഓർഡർ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ലൂസാണ്. ബാക്കിയെല്ലാം ഞാൻ മീഡിയം ആണ് ഓർഡർ ചെയ്യുന്നത്. ഇത് വന്നിട്ട് ചുമപ്പാണ്, ഫുൾ താഴെ വന്നിട്ട് ചുമപ്പാണ്, താഴെ ഒന്നും ഡിസൈൻ ഒന്നുമില്ല. ഇപ്പൊ കുറെ പേർക്ക് ഈ ടോപ്പ് ഉണ്ട്, മിക്കവാറും ഉള്ളവർക്ക് അറിയായിരിക്കും. ഈ ഡിസൈൻ വന്നിട്ട് നമ്മള് ഇപ്പോൾ ഉള്ള ബ്ലൗസുകൾക്കെല്ലാം ഇങ്ങനൊരു ഒരു കളങ്കാരി എന്ന് പറയാൻ പറ്റില്ല, അതിന്റെ കണക്കൊരു ഇതാണ്. നല്ല ഭംഗിയാണ് ഇത് വന്നിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഇട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് കുർത്തി. ഇത് വന്നിട്ട് കോട്ടൺ ആണ്, ബ്ലെൻഡ് ഒന്നും അല്ല, കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്. ചൂടത്തിടാൻ പറ്റുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലെയർഡിന്റെ അവിടെയും ഒന്ന് ഷേപ്പ് അടിച്ചിടാം. പിന്നെ ഇച്ചിരി കൂടെ ഫ്ലെയർഡ് ആയിട്ട് കിടക്കുന്നവർക്കാണെങ്കിൽ ഇത് തന്നെ ക്യാരി ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. മെറ്റീരിയൽ വൈസ് നോക്കുവാണെങ്കിൽ സൂപ്പർ ക്വാളിറ്റിയാണ്. അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിട്ട് 315 രൂപയാണ് കേട്ടോ. ഈ റേറ്റിന് വേറെ ആരും തരുന്നില്ല. ഇതിനെക്കാട്ടിയും റേറ്റ് ആണെന്ന് തോന്നുന്നു ആമസോണിലൊക്കെ. ഓക്സിഡൈസ്ഡ് ജ്വല്ലറിയുടെ ഒക്കെ ഇടാൻ പറ്റിയ ഡീസെന്റ് ആയിട്ടുള്ള കുർത്തിയാണ്. അപ്പോൾ ഇത് വന്നിട്ട് റേറ്റും 315 ആണ്. അപ്പോൾ വാങ്ങേണ്ടവർക്കാണെങ്കിൽ വാങ്ങാം. ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. എനിക്ക് നോക്കിയെന്ന് വെച്ചാൽ എന്റെ മെറ്റീരിയൽ കണ്ടിട്ട് ഇത്തിരി കളർ പോയാലും സംഭവം സ്ട്രിങ്ക് ആവും, പക്ഷെ എന്നാലും നമുക്ക് ഡെയിലി വെയർ യൂസസിന് ഉപയോഗിക്കാൻ പറ്റിയ തുണിയാണെന്ന് തോന്നുന്നു. കാര്യം സ്ട്രിങ്ക് ആയാലും ശരി, ഒന്ന് ചുരുങ്ങിയാലും കുഴപ്പമില്ലാതെ ഉപയോഗിക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ നിങ്ങൾ വാങ്ങിച്ചു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. മെറ്റീരിയൽ വന്നിട്ട് അത്യാവശ്യം നല്ല മെറ്റീരിയൽ തന്നെയാണ്. ഒരു ഇത് വന്നിട്ട് നമ്മൾ ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, അത് വന്നിട്ട് ഇതാണ് ഗൈസ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിന്റെ മെറ്റീരിയൽ നോക്കുവാണെങ്കിൽ പോളിസ്റ്റർ ആണ്. പോളിസ്റ്ററും കോട്ടൺ ബ്ലെൻഡാണ്. അടിയിൽ ഒരു കോട്ടൺ ബ്ലെൻഡാണ് വരുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് മേളിൽ പോളിസ്റ്ററുമാണ്. ചൂടുണ്ടോ എന്ന് വെച്ചാൽ അത്യാവശ്യം ചൂടുണ്ട്. ഇതിൽ നല്ല ചൂടുള്ള മെറ്റീരിയൽ ആണ്. അത്യാവശ്യം ഇത് ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ ഒരു ഐറ്റം ആണ്. കാര്യം ഞാൻ ഇത് പറയാൻ കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ പാറ്റേൺ വന്നിട്ട് ഇവിടെ ഒരു കുഞ്ഞ്, ഇവിടെ കണ്ടോ ഒരു അമ്പർ, ഇങ്ങനെ 3/4 സ്ലീവാണ്. പക്ഷെ ഇതിന്റെ കയ്യിൽ പഫ് നൊറിവുണ്ട് ഇവിടെ മാത്രം.
അത് വന്നിട്ട് ഒരു ഭംഗിയാണ്. പണ്ടത്തെ ഒരു സ്റ്റൈല് നമുക്ക് പണ്ടത്തെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, നമ്മളെ ബ്ലൗസിനും കുർത്തിക്കൊക്കെ ഉള്ള ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, അത് കണക്ക് നമുക്ക് തോന്നും. ഇത് വന്നിട്ട് ഇങ്ങനെ ഒരു ബാക്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. നെക്ക് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഒരു കോളർ ഇവിടെ ഹാഫ് കോളറിൽ വന്നിട്ട് ഇതിങ്ങനെ മടക്കി വെക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ മടക്കി വെക്കാൻ പറ്റും. നമുക്ക് ഷർട്ട് ഫുൾ എന്നാൽ ഇവിടം വരെ ഇല്ല, പക്ഷെ ഹാഫായിട്ട് ഒരു കോളറുള്ള ഇവിടം വരെ കാണും. ഈ ഇവിടം വരെ കോളറുള്ള, ഞാൻ മുമ്പ് ഇട്ടിരുന്നല്ലോ, അവിടം വരെ കോളറുള്ളൊരു കുർത്തിയാണ്. കുർത്തിയുടെ ഇവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ, ഞാൻ വീഡിയോയിൽ കാണിക്കാം, ഇവിടെ ഇങ്ങനെ വെട്ടുണ്ട്, സ്ലിറ്റ് ഉള്ളതാണ്. ഇവിടെ ഇങ്ങനെ 2 സൈഡിലും സ്ലിറ്റ് ഉണ്ട്. ഇത് ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ എൻ്റെ മുട്ടിൻ്റെ അവിടെ മേലുണ്ട്. ഞാൻ ഓർഡർ ചെയ്ത സൈസ് വന്നിട്ട് ലാർജ് ആണ്. ലാർജ് ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് ഇത് വന്നിട്ട് ഇച്ചിരൂടെ ഫിറ്റ്, ഇച്ചിരൂടെ അടുത്ത സൈസ് എടുക്കുന്നതാണ് നല്ലത്. കാര്യം ഇത് ഇച്ചിരൂടെ ഫിറ്റ് ആയിട്ടാണ് വരുന്നത്. ലാർജ് സൈസാണ് എനിക്ക് എടുത്തത്, പക്ഷെ എനിക്ക് ഷേപ്പ് പോലും അടിക്കേണ്ട വന്നില്ല, അത്രയ്ക്കും ഫിറ്റ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ഡിസൈൻ വന്നിട്ട് ഇതിൻ്റെ ഈ കളർ ഇപ്പോൾ ഇഷ്ടപ്പെടാത്തവർക്കാണെങ്കിൽ ഇതിൻ്റെ ക്രീം കളറുണ്ട്, പിന്നെ ഒരു റോസ് കളറുണ്ട്, അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട് അതിനകത്ത്. ഇതിനകത്ത് കൂടുതൽ ഇത് കാണുന്നത് കുറവാണ്, ഈ ടൈപ്പ് ഓഫ് ചുരിദാറുകൾ കാണുന്നത് കുറവാണ്. ഇപ്പം ഫ്ലോറൽ ഡിസൈൻസ് ആണ് കൂടുതലും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഫ്ലോറൽ ഡിസൈൻ ആണ് ഇത് ഫുള്ളും. ഇത് താഴെ വരെ വന്നിട്ടും ഫ്ലോറൽ ഡിസൈൻ ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ കൈ, നമ്മളെ സ്ലീവിൽ വരുന്ന ഒരു ഇതുണ്ടല്ലോ, പഫ്നെസ്, ആ ഒരു ഞൊറിഞ്ഞിട്ടുള്ള പഫ്നെസ്സും, പിന്നെ അത് കണക്ക് തന്നെ ഇതിന്റെ കോളറുമാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ റേറ്റ് വന്നിട്ട് 367 റേറ്റ്, അതും 400-ന്റെ അണ്ടറിലാണ്. അപ്പോൾ ഈ കുർത്തികളൊക്കെ ഒരുവിധം 400-300-ന്റെ താഴോട്ടാണ് നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നെങ്കിൽ ഇതൊരു അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് ക്വാളിറ്റി ആയിട്ട് ലോങ് ലാസ്റ്റിങ് തന്നെയാണ്. പിന്നെ ഈ കോട്ടൺ ബ്ലെൻഡ് ആയതുകൊണ്ടുള്ള ഒരു പ്രശ്നമുള്ള കാര്യം, കോട്ടൺ ബ്ലെൻഡ് ഉള്ളത് ചൂട് മെറ്റീരിയൽ ആയിരിക്കും. അത്യാവശ്യം കോട്ടൺ മാത്രം ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഇത് പറ്റിയതല്ല. പക്ഷെ കോട്ടൺ ബ്ലെൻഡ് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്. മീഷോ എന്ന് വാങ്ങിക്കുമ്പം മീഷോ എവിടെ ചെന്നാലും മീഷോയിൽ ഒരു ഡ്രസ്സെങ്കിലും ഇപ്പം കാണും. അപ്പോൾ മീഷോയുടെ ഒരു കോഡ് ഓഫ് ഡ്രസ്സസ് ആണ്. ഇപ്പോൾ എല്ലായിടും ചെന്നാൽ ഒരു മീഷോ മാമനോ അല്ലെങ്കിൽ മീഷോ എന്നുള്ള ഡ്രസ്സായിരിക്കും നമ്മൾ, ഓൺലൈനിൽ നിന്നുള്ള ഡ്രസ്സ് തന്നെ ആയിരിക്കും നമ്മൾ, മീഷോ എന്ന് മാത്രമല്ല ഓൺലൈനിൽ നിന്നുള്ള ഡ്രസ്സ് തന്നെ ആയിരിക്കും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ തന്നെ കാണും. മീഷോ മാമൻ എന്ന് പറയുന്ന അവസ്ഥയാണ്. പക്ഷെ ഇത് ഞാൻ അങ്ങനെ ആരെയും കണ്ടില്ല. ഇനിയിപ്പോൾ അത് പയ്യെ ആവും. ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. അതിനകത്ത് കുറേ പേരൊന്നും ഇല്ലായിരുന്നു ഞാൻ വാങ്ങിച്ചപ്പോൾ. ഞാൻ റേറ്റിംഗ് കണ്ട് മാത്രം വാങ്ങിച്ചത്. പക്ഷെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ഐറ്റം തന്നെയാണ്. അടുത്ത ഡ്രസ്സിലോട്ട് പോവാം. അടുത്ത ഡ്രസ്സ് വന്നിട്ട് ഇതാണ്. ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയുകയാണെങ്കിൽ, ഇത് സംഭവം ഒരു ഫെസ്റ്റീവ് കുർത്തിയാണ്. നമ്മളെ വിഷുവിനൊക്കെ ഇടാൻ പറ്റിയതായിരുന്നു, പക്ഷെ അന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് കയ്യിലിരിപ്പുണ്ടായിരുന്നു. മീഷോ മാമൻ, ഞാനിത് വീഡിയോ ഉദ്ദേശിച്ചത് നമ്മളെ വിഷുവിന് ഈദിനൊക്കെ മുമ്പ് ഇടണമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ മീഷോ മാമൻ കൊണ്ടുവന്നപ്പോൾ 2 കുർത്തി, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിരുന്നത്, 2 കുർത്തിയും അടുത്തൂടെ പോലും അയിലത്തൂടെ പോലും ഡിസൈൻ പോലും പോയിട്ടില്ലെന്നുള്ളതാണ്. ഞാൻ ഓർഡർ ചെയ്തൊരു സാധനമല്ല വന്നത്. പിന്നെ ഞാനത് റിട്ടേൺ അടിച്ച്, പിന്നെ അത് തിരിച്ചു വരാനുള്ളൊരു താമസം കൊണ്ടാണ് വീഡിയോ ഇത്രയും ലേറ്റ് ആയത്. അപ്പോൾ ഇത് ഞാൻ ഫെസ്റ്റീവ് കുർത്തിയായിട്ട് ഓർഡർ ചെയ്ത്, ഇത് പക്ഷേ ഇട്ട് വരുമ്പോൾ നല്ലൊരു, ഞാൻ വീഡിയോ കൊടുക്കുന്നുണ്ടല്ലോ അതിൽ കാണാം, നല്ല ഒരു പാറ്റേൺ ആണ്. നമ്മളെ പണ്ടത്തെ ഒരു പാറ്റേൺ ആയിട്ട് എനിക്ക് തോന്നി. പണ്ട് ഇത് കണക്കത്തെ ഒരു നൊസ്റ്റാൾജിയ ഡ്രസ്സൊക്കെ എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇപ്പൊ ഇത്രയും ട്രെൻഡിങ് ഒന്നുമല്ല. ഈ ഗോൾഡൻ പാറ്റേൺ ഒക്കെ ഇപ്പം ഔട്ട് ഓഫ് ഫാഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്കിത് ഇങ്ങനെയുള്ള കുർത്തീസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ ഇടാൻ പറ്റുക. ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഫുൾ ഗോൾഡൻ ഡിസൈൻ ആണ്. താഴെ വരെയും ഗോൾഡൻ ഡിസൈൻ ആണ്. കണ്ടോ, ഇത് കണക്കത്തെ ഒരു ഡിസൈൻ ആണ്. ഇതിന്റെ ഇതെന്ന് പറഞ്ഞാൽ മേളില് ഹാഫ് നമ്മളെ നെഞ്ചിന്റെ അവിടെ വരെ ഈ ഒരു പാറ്റേൺ ആണ്, ഈ ഒരു റെഡ് പാറ്റേൺ ആണ്. റെഡ് തന്നെയാണ്, പ്യുവർ റെഡ് തന്നെയാണ്, ചില്ലി റെഡ് ആണ്. അതിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കറുപ്പ് ഡിസൈൻ വന്നിട്ട് അവിടെ ഒരു ഗോൾഡ് ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ, ഇത് കഴുകി കഴിയുമ്പോൾ ഒന്നാമത്തെ കാര്യം സ്ട്രിങ്ക് ആവുന്ന മാത്രമല്ല, ഈ ഗോൾഡ് ഡിസൈൻ കഴുകുമ്പം പോവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മളെ വാഷിംഗ് മെഷീനിലൊന്നും ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സേ അല്ല ഞാൻ കാണിച്ചതൊന്നും. പിന്നെ ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും, പക്ഷേ ഇത് വന്നിട്ട് നല്ല സ്ട്രിങ്കായും പോവും. നമ്മുടെ ഗോൾഡൻ പെയിന്റ് ആയതുകൊണ്ട് ഇത് പോവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം പോവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഞാൻ പറഞ്ഞല്ലേ, ഇത് സ്ട്രിങ് ആവുന്ന മെറ്റീരിയലാണ്. പക്ഷെ എന്നാലും എനിക്ക് ഇതിൻ്റെ കൂടെ ഉള്ളൊരു
ഇഷ്ടം കാരണം ഞാൻ എടുത്തതാണ്. ഇതെന്ന് പറയുന്നത് ലാർജ് ആണ്. റിയെന്നും പറഞ്ഞിട്ട് ആണ് അതിൽ കൊടുത്തേക്കുന്നത്. ഇതിൽ കുറേ റിവ്യൂസ് ഉണ്ടായിരുന്നു. ഇട്ടേക്കുന്ന ആ ഒരു ഭംഗി കൊണ്ട് മാത്രം ഞാൻ എടുത്തതാണ്. ഈ സ്ലീവ് 3/4 സ്ലീവ് ആണ് വന്നിട്ട്. ഇവിടെയും അതേ കണക്ക് തന്നെ ഇവിടെ കൊടുത്തേക്കുന്ന അതേ ഡിസൈൻ തന്നെ നമ്മളെ കയ്യിലും കൊടുത്തേക്കുന്നത്. ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ 367 അപ്പൊ പിന്നെ വന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന വൈറ്റ് ആ ഒരു കുർത്ത ഉണ്ടല്ലോ, ആ ഒരു കുർത്ത യെല്ലോയില് വൈറ്റ് വരുന്ന ഒരു കോമ്പിനേഷൻ ആണ്. ഞാനത് റിട്ടേൺ അടിച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ അത് ഫുൾ നമ്മളെ ഇത് സീത്രൂ ആണ്. ഇത് സീത്രൂ ആണെങ്കിലും കറുപ്പായതുകൊണ്ട് നമുക്ക് കറുപ്പ് ഇന്നർ ഇടുമ്പം അത് ബാലൻസ് ചെയ്ത് പോകുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇത് അത്യാവശ്യം സീത്രൂ അല്ല. പിന്നെ ഇപ്പൊ ഞാൻ കാണിച്ച വൈറ്റ് കുർത്ത വന്നിട്ട് ഞാനിപ്പോ അത് കാണിക്കുന്നുണ്ട്. അത് ഭയങ്കര, ഞാൻ ഉദ്ദേശിച്ചത് ലാർജ് സൈസാണ്, വന്നപ്പോ മീഡിയം സൈസ് ആയിരുന്നു. നല്ല ഫിറ്റ് ആയിരുന്നു. അത് മാത്രമല്ല അതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ പോളിസ്റ്റർ, മൊത്തം പോളിസ്റ്റർ, കോട്ടൺ ബ്ലെൻഡോ അങ്ങനെയൊന്നും അല്ല, മൊത്തം പോളിസ്റ്റർ. അതുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇറുകിയിരിക്കുന്നു. എനിക്ക് ആ ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കഴുത്തിന്റെ ഇവിടെ ഒക്കെ വന്നിട്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്ത കുർത്തിയാണ്. ഇത് വന്നിട്ട് കോട്ടൺ ആണ്. ഇതിന്റെ ആണെങ്കിൽ ലിങ്ക് ഞാൻ കൊടുക്കാം. ഇത് പക്ഷെ ഗോൾഡൻ ഇതൊക്കെ ഇതിനകത്തും ഉണ്ട്, പക്ഷെ അത്ര മായത്തിലെന്ന് തോന്നുന്നു. ഇതേ കണക്ക് ലേസ് വർക്ക് ഇല്ലേ, ലേസ് വർക്ക് അതിനകത്തും ഉണ്ട്. ഏതാ ഈ വൈറ്റ് ഇതിനകത്ത്. റേറ്റ് വന്നിട്ട് 315 രൂപയാണ്. പക്ഷെ നല്ല ഡിസൈൻ ആണ്. അത് ഗ്രീൻ യെല്ലോ വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത്. ഫുൾ ഒരു പറയുകയാണെങ്കിൽ ഇതേ കണക്ക് വെള്ള പാറ്റേൺ ഓഫ് ഡ്രസ്സ് വരും. ആ വെള്ള പാറ്റേൺ വന്നിട്ട് ഉള്ള കുറെ ഫ്ലവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സംഭവം നല്ലൊരു ഇതാണ്. പക്ഷെ എനിക്ക് തോന്നുവാണെങ്കിൽ കുറച്ച് നമ്മളെ സൈസിന്റെ നെക്സ്റ്റ് സൈസ്, ഇപ്പൊ ലാർജ് ആണെങ്കിൽ എക്സൽ, പിന്നെ മീഡിയം ആണെങ്കിൽ ലാർജ്, അങ്ങനെ എടുക്കുന്നതാണ് നല്ലത്. കാര്യം അത് കുറെ സ്ട്രിങ്ക് ചെയ്യുന്ന മാത്രമല്ല, നമ്മളെ പോളിസ്റ്റർ ആയതുകൊണ്ട് ചൂടെടുക്കാൻ, സ്വെറ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. നല്ലൊരു അത് ഇട്ട ഒരു അട്രാക്ഷൻ തന്നെയാണ്. ഞാൻ വിഷുവിന് വേണ്ടി ഒരു മഞ്ഞ നോക്കി പിക്ക് ചെയ്തതാണ്. പക്ഷെ സംഭവം അതൊരു അട്ടർ ഫ്ലോപ്പ് ആയിപ്പോയി. ഞാനത് റിട്ടേൺ ചെയ്തു. അടുത്ത ഡ്രസ്സ് വരുവാണെങ്കിൽ ഇതാണ്. അടുത്ത ഡ്രസ്സ് വന്നിട്ട് ഞാൻ റിട്ടേൺ ചെയ്തതാണ്. ബ്ലാക്കില് ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും സ്റ്റിൽ അത് ഓൺഗോയിങ് ആണ്. ആ ഒരു ഇതെന്ന് പറയുന്നത് നമ്മളെ എപ്പോഴും എനിക്ക് അങ്ങനെ ഡ്രസ്സ് വാങ്ങിക്കാനാണ് ഇഷ്ടം. ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വരുവാണെങ്കിൽ ഇതിൽ ബ്ലാക്കിൽ ഇങ്ങനെ ത്രെഡ് ഇല്ലേ, നമ്മളെ എന്താ ചിക്കൻ കാരി വർക്ക് ചെയ്യുന്നതാണ്. കണ്ട, ചിക്കൻ കാരി വർക്ക് ചെയ്യുന്നതാണ്. അത് പറയുകയാണെങ്കിൽ ഇതേ കണക്ക് തന്നെ ചിക്കൻ കാരി വർക്ക് നമ്മളെ നെഞ്ചിന്റെ അവിടം വരെ വരും. നെഞ്ചിന്റെ അവിടെ വരെ വന്നിട്ട് അവിടം വരെ എന്താ നമ്മളെ ലൈനിങ് ഉണ്ട്, താഴോട്ട് ലൈനിങ് ഇല്ല. പക്ഷേ ഞാൻ അതുകൊണ്ടല്ല റിട്ടേൺ ചെയ്തത്. നമുക്കത് ജീൻസിന്റെ കൂടെ പെയർ ചെയ്യാനാണ് വാങ്ങിച്ചത്. ഒരു കിടിലം ഇത് തന്നെയാണ് ജീൻസിന്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ ഒരു പ്രശ്നം ഞാൻ കണ്ടതെന്ന് പറയുന്നത്, എനിക്ക് സൈസ് കറക്റ്റ് അല്ല. ഞാൻ വാങ്ങിച്ചത് മീഡിയോ ലാർജോ എന്നാണ്. മീഡിയം ലാർജും വാങ്ങിച്ചാലും എനിക്ക് ചിലപ്പോൾ പരുവാകും. വെച്ച് നോക്കിയിട്ട് പോലും എൻ്റെ ഇവിടം വരയ്ക്കേ പരുവാകുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് എക്സൽ തന്നെ വാങ്ങിക്കുന്നതാണ് നല്ലത്. ആ ഒരു ലിറ്ററലി ആ ഒരു ലിങ്കിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ എക്സൽ വാങ്ങിക്കും. എന്നെ കണക്ക് വണ്ണമുള്ളവരാണെങ്കിൽ അത് വാങ്ങിക്കുന്നതാണ് നല്ലത്. ഞാൻ അതും റിട്ടേൺ ചെയ്തു. എൻ്റെ സൈസ് കറക്റ്റ് ആവേണ്ട. അത് പ്യുവർ പോളിസ്റ്റർ പ്ലസ് നമ്മളെ ത്രെഡ് വർക്ക് വന്നിട്ട് കോട്ടൺ ആണ്. അത് വന്നിട്ട് നല്ല ഒരു ഫിനിഷ് ഉള്ളതായിരുന്നു കേട്ടോ. ഇത്രയും ചിക്കൻ കാരി വർക്ക് മീഷോയിലുണ്ടെങ്കിലും നമ്മളെ ഫോട്ടോസ് റിവ്യൂ നോക്കുമ്പം നമുക്ക് മനസ്സിലാവും അതിൽ എത്രമാത്രം ക്വാളിറ്റി ഉണ്ടെന്ന്. ത്രെഡ് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. വാങ്ങേണ്ടവർക്ക് വാങ്ങാം. വാങ്ങുവാണെങ്കിൽ നിങ്ങളെ സൈസ് ഇച്ചിരി കൂടെ എക്സ്ട്രാ ആയിട്ട് വാങ്ങുന്നതാണ് നല്ലത്. പിന്നെ അതിന് വേറെ ഡ്രോബാക്ക് ഒന്നും എനിക്ക് തോന്നിയില്ല. അത് നമ്മൾ സ്റ്റൈൽ ചെയ്യുന്ന അനുസരിച്ചിരിക്കും അതിന്റെ ലുക്ക് പോകുന്നത്. അതൊക്കെയാണ് നമ്മളുടെ ഒരു കുർത്തി ലിസ്റ്റ്. അപ്പോൾ ഒട്ടുമിക്ക ഇതും കാണിച്ച് അതിൽ 2 എണ്ണം ഞാൻ റിട്ടേൺ ചെയ്തു. കാര്യം വേറെ 2 എണ്ണം കൂടെ ഉണ്ടായിരുന്നു. അത് വന്നിട്ട് അതേ അല്ലായിരുന്നു. ഞാൻ സ്ക്രീൻഷോട്ട് കൊടുക്കാം. ഒരു വയലറ്റ്, പർപ്പിൾ ഒരു സർട്ടിലായിട്ടുള്ള ഒരു പർപ്പിൾ കളറായിരുന്നു. പിന്നെ വന്നിട്ട് ഒരു റെഡ്, അത് ഈ റെഡ് അല്ലായിരുന്നു. ഞാനൊരു റെഡാണ് ഫുൾ നിര വാങ്ങിച്ചത്. അത് വന്നതേ അല്ലായിരുന്നു. ടോട്ടലി ഡിഫറെന്റ് കളറായിരുന്നു. ടോട്ടലി ഡിസൈൻ വരെ ഡിഫറെന്റ് ആയിരുന്നു. ഏതോ ഒരു പഴംതുണി കണക്ക് ഇരുന്ന്. എനിക്ക് അറിഞ്ഞുകൂടെ എന്താണ് ഇപ്പോഴും മീഷോ മാമ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാത്ത, അല്ലെങ്കിൽ വിലയൊക്കെ നമ്മള് മീഷോ മാമൻ
മുത്താണ്, പൊന്നാണ്. പക്ഷെ നമ്മള് പറ്റിക്കുന്ന കാര്യം പറ്റിപ്പല്ല, അത് കുറച്ച് പ്രശ്നമാണെന്ന് തോന്നുന്നു. ഞാൻ വാങ്ങിക്കുന്ന മിക്കവാറും ഉള്ളതെല്ലാം റിവ്യൂ കണ്ടിട്ടായിരിക്കും. ഇത് മാത്രമേ ഉള്ളൂ റിവ്യൂ കുറച്ചുള്ളത് കണ്ടു വാങ്ങിച്ചത്. പക്ഷെ അത് ഞാൻ പറ്റിക്കപ്പെട്ടില്ല. ബഡ്ജറ്റ് റേറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ ഇതെല്ലാം 400 താഴെ ഉള്ളതാണ്. റേറ്റും കൂടെ ഞാൻ ആഡ് ചെയ്തേക്കാം. 400 താഴെ ഉള്ളതാണ്. അത്യാവശ്യം നമ്മളെ ചൂടത്തും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ 3 കയ്യിലുള്ള കുർത്താസാണ് കാണിച്ചത്. പിന്നെ വന്നിട്ട് 2 എണ്ണം നിങ്ങൾക്ക് സൈസ് നോക്കി സെലക്ട് ചെയ്യുക. ഞാനത് 2 റിട്ടേൺ അടിച്ചുകൊണ്ടാണ് ഞാനത് റിവ്യൂ പറയാനത് ഇട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു വെള്ളയും പിന്നെ വന്നിട്ട് ഒരു കറുപ്പ് ഞാൻ ഇട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് നോക്കുക. പിന്നെ എന്നിട്ട് ഇതിൽ ഇഷ്ടപ്പെടുന്ന ഏതാണോ നിങ്ങളെ സൈസിനനുസരിച്ച് വാങ്ങിക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ വന്നിട്ട് ഇത്രയാണ്. ഞാൻ നമ്മളെ വിഷുവിനും ഇതിനൊക്കെ മുമ്പ് ഇടാൻ പറ്റിയ ഒരു വീഡിയോ ആയിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഇടാൻ പറ്റിയത്. നിങ്ങളെല്ലാവരും പൂരത്തിന് പോയായിരുന്നു. തൃശ്ശൂർ പൂരമാണ്. നമ്മൾ കൊല്ലം പൂരത്തിന് പോയായിരുന്നു. തൃശ്ശൂർ പൂരത്തിന് എൻ്റെ മാമനും മാമിയൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ഇവരെ എനിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഈ പിള്ളേർ കുഞ്ഞായതുകൊണ്ട് ചിലപ്പം പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആരും അറിയാവുന്നറിയില്ല തൃശ്ശൂര്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് പാടാവുന്നൊരു തോന്നല്. കാര്യം നമുക്ക് ആരെങ്കിലും അറിയാമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ അവിടെ കയറി നിൽക്കാം. മാമ ഇന്നലെ പോയി. അപ്പോൾ എല്ലാവർക്കും പൂര ആശംസകൾ. പൂരം ഞാനിത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും പൂരം കഴിയും. ആരൊക്കെയാ പോയെന്ന് പറയാനേ. പൂരത്തിന് ആരൊക്കെ പോയി ടിവിയിലൊക്കെ കാണിക്കുന്നുണ്ട്. ഭയങ്കര ഇതാണ് പൂരങ്ങളുടെ പൂരമല്ലേ. അപ്പോൾ അത്രയും ജനങ്ങളും ഉണ്ട്. അപ്പൊ എല്ലാവർക്കും പൂര ആശംസകൾ. നമ്മളെ എപ്പോഴും വടക്കുന്നാഥന്റെ മണ്ണി വന്ന് തൊഴുകണമെന്നൊരാഗ്രഹമുണ്ട്. ദൈവം സഹായിച്ചത് സാധിച്ചു തരട്ടെ. നമ്മളെ ഇല്ല സിനിമയില്ലേ, എന്തോ മോഹൻലാലിന്റെ തൂവാനത്തുമ്പികളല്ലേ, തൂവാനത്തുമ്പികളെന്നല്ലേ ആണെന്ന് തോന്നുന്നു. കീർത്തനം എല്ലാം അറിയുന്ന ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ വടക്കുന്നാഥന്റെ മണ്ണെ പാടുവതും രാഗമ തേടുവതും രാഗമ ദേവനുമനുരാഗിയ മമ്മലപ്രാവേ. എങ്ങനെ പാടായിരിക്കും ഗൈസ്, കൊള്ളത്തില്ല. എന്നാലും ശരി, ഈ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ പൊന്നെ എവിടെയൊക്കെയോ ഒരു ഇതാണ്. ഞാൻ ഫ്രണ്ടിൽ കൂടെ വരെ പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് കയറി തൊഴുവാൻ ഇതുവരെ സാധിക്കും. നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. എന്തൊക്കെ മാറ്റം വരുത്തണമെന്ന് പറയുക. പിന്നെ നമുക്ക് ഇനി എന്ത് വീഡിയോ വേണം എന്ന് ഞാൻ എപ്പോഴും ചോദിക്കും. പക്ഷെ ആർക്കും ഒരു വീഡിയോ എൻ്റെ നിന്ന് വേണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളെ കമന്റ്സ് പറയാൻ മറക്കണ്ട. ഇനി ഏതെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഞാൻ ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക്ക് വന്നിട്ട് നമ്മളെ പുതിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡാസ്ലറിന്റെ ലിപ്സ്റ്റിക് ആണ്. DLC 25 ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ലിപ്സ്റ്റിക് ആണ്. അതാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇയറിങ്സ് വന്നിട്ട് നമ്മൾ മീഷോന്ന് വാങ്ങിച്ചതാണ്. ബാംഗിൾ വന്നിട്ട് മീഷോന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഞാൻ കയ്യിലാണ് ഇരിക്കുന്നത്. ഇത് മീഷോ ആയിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇത് മീഷോ ഇതുകൊണ്ടാണ്. അപ്പോൾ ബാക്കിയെല്ലാം ഇത്രയേ ഉള്ളൂ നമ്മളെ ഡീറ്റെയിൽഡ് ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് മറക്കാതെ മടിക്കാതെ നോക്കി നിൽക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്തോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും ചിരിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ട് സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.